99.9% ഓഫ് കണ്ടൻറ് ക്രിയേറ്റർ ഉപദേശങ്ങളിലും ഉള്ള ഒരു സാധനമാണ് യു ഷുഡ് ക്യാപ്ചർ ദ ഇൻട്രസ്റ്റ് ഓഫ് യുവർ വ്യൂവർ വിത്തിൻ 5 seconds ഓഫ് ദ വീഡിയോ. ബെയർ വിത്ത് മീ ഫോർ ദിസ് വൺ, കാരണം ഇതൊരു സ്ലോ പേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്തവണത്തെ ആമസോൺ സെയിലിൽ ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റിൻ്റെ സെറ്റാണിത്. നാലെണ്ണം മേടിച്ച ഒരു മൈക്രോഫൈബർ ക്ലോത്ത്, ഒരു ഫോം ബോട്ടിൽ സ്പ്രേ, അതുപോലെ അതിൻ്റെ തൊഴിക്കാനുള്ള ഫോം ചെയ്യാനുള്ള ഷാംപൂ ഒന്ന്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വഴിവെക്കലൊക്കെ ഈ സാധനം കാണാനുണ്ടായിരുന്നെങ്കിലും ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഐ വാസ് ഗോയിങ് ബൈ ഇൻസ്റ്റിങ്സ്. അല്ല, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് റോഡ് സൈഡിൽ കണ്ടത് മേടിക്കാതിരിക്കുന്ന പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിവേ, ഔട്ട് ഓഫ് ദ ബോക്സ് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ പേജ് ഓഫ് പേപ്പറുണ്ട്. അതിനകത്ത് വലിയ കാര്യമായ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തന്നെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്സേ ഉള്ളിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ ഗണ്ണുണ്ട്, അതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി പറഞ്ഞാൽ ആക്ച്വലി സ്പെയർ പറഞ്ഞുകൊണ്ട് നല്ല കാര്യം. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഡ്രോൺ മേടിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് പോലത്തെ അവസ്ഥ വന്നില്ല. സോ ഇതിൻ്റെ ഒരു ബോട്ടിൽ, നമ്മുടെ ഷാമ്പു ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലൊന്ന്, നോസിൽ. ഈ നോസിലിൻ്റെ ബെൽറ്റ് ക്വാളിറ്റി അവർ മീൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെറ്റൽ പൈപ്പില്ലേ, അതിൻ്റെ ബെൽറ്റ് ക്വാളിറ്റി അവർ ഈ ഗണ്ണിലും മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. ഇച്ചിരി കൂടെ സൈസ് കൊടുത്തിട്ട് ഇച്ചിരി പ്രഷറും കൂടെ കൂട്ടി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ സാധനം ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ടിപ്പ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ യൂസ് ചെയ്ത് തന്നെ കാണിച്ചില്ല എന്താ എൻ്റെ പ്രശ്നമെന്ന്. ഇനി അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഫിറ്റിംഗ് ലോജിക്കേ ഉള്ളൂ ഇതിന്. സോ അങ്ങനെ ഇതിനെ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, കുറച്ച് നല്ല കാര്യങ്ങളും കാണും. ഞാൻ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് എന്താണ് സംഭവിച്ചതെന്നുള്ളതും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കുക. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. 2 ഫോർമാറ്റിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് നോസിൽ ഇവർ തന്നിട്ടുണ്ട്. ഒന്ന് കുറച്ച് വൈഡായിട്ട് സ്പ്രേ ചെയ്യുന്നു, ഒന്ന് കുറച്ച് പോയിൻറ്റഡായിട്ട് സ്പ്രേ ചെയ്യുന്നതും. രണ്ടിൻ്റെയും ഏത് പാറ്റേണിലാണെന്നുള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം. എനിവേ, ജസ്റ്റ് കുറച്ചൊന്ന് പുറകോട്ടൊന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു താറ്റത്തൊരുമാതിരി പുറകോട്ട് നീക്കാൻ പറ്റുന്നൊരു എഡ്ജുണ്ട്, അതിലൊന്ന് പുറകോട്ട് വലിച്ച് ജസ്റ്റ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. സിമ്പിൾ പുഷ് ഇൻ ടു ലോക്കാണ്. എടുക്കേണ്ട സമയത്ത് ഈ സാധനത്തിന് ഈ റിങ്ങിനെ പുറകോട്ട് വലിക്കുക, സ്ട്രെയിറ്റ് വലിച്ച് പുറത്തെടുക്കുക. സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. ഇതിനെ പ്രൈം ചെയ്ത് വേണം നമ്മൾ യൂസ്. ചുമ്മാ പിടിച്ചിട്ട് ഞെക്കിയാൽ വരത്തില്ല. സോ അതിൻ്റെ പ്രൈമിങ് പ്രോസസ്സാണ് നെക്സ്റ്റ് കാണുന്നത്. 2 ടിപ്പും അതായത് നമ്മുടെ ആ ഹോസിൻ്റെ 2 എഡ്ജ്, ഒരു എഡ്ജ് മറ്റേ ആ കോക്ക് ഫിറ്റ് ചെയ്തതിനെ വെള്ളത്തിലാക്കി വെക്കുക, അതുപോലെ ഗണ്ണിൻ്റെ ടിപ്പും വെക്കുക. ഫസ്റ്റ് ബബിൾസ് ആയിരിക്കും വരുന്നത്. ആ ബബിൾസ് വന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വെള്ളം തന്നെ വെള്ളത്തിലോട്ട് മീൻസ് ഈ ഒരു പാറ്റേണിലോട്ട് ഫ്ലോ മാറും. അന്നേരമാണ് ആക്ച്വലി പ്രൈം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഫോം സ്പ്രേ. ഈ സാധനത്തിൻ്റെ ഒരുപാട് ടൈപ്പുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ കണ്ടു. അതിനൊക്കെ ഉണ്ടായിരുന്ന റേറ്റ് കുറച്ച് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ചുകൂടി കുറവാണ്. അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റിയും ഉണ്ട് ഇതിന്. എന്തുകൊണ്ടാണ് അത്രയും റേറ്റ് അതിന് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ സോപ്പും വെള്ളവും കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. വെള്ളത്തിൻ്റെ ലെവൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ മുന്നോട്ട് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കാണിച്ചു തരാം. ഇനി സോപ്പും വെള്ളം ആഡ് ചെയ്യുക. ഇതിൻ്റെ ആ വലിയ ലിവറാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ളത്, ആ ചെറുത് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇനീഷ്യൽ റൺസിന് ഞാൻ ആ വൈറ്റ് ടിപ്പാണ് യൂസ് ചെയ്ത് സ്പ്രെഡ് ആയിട്ടുള്ളത്. ആ സ്പ്രെഡ് ആയിട്ടുള്ളതിൻ്റെ പാറ്റേൺ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. സ്ട്രെയിറ്റ് റെഡ് ആയിട്ടുള്ളത് ഇതാണ് റൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. സോ വെള്ളം സ്പ്രേ ചെയ്താൽ ഉടനെ അങ്ങ് ക്ലീൻ ആയിക്കോളും എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു ആവറേജ് പ്രഷറേ ഉള്ളൂ ഇതിന്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക അതിനെ. വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം മറ്റേ പോയിന്റ് യൂസിന് മേ ബി കുറച്ചുകൂടെ ഫോഴ്സ് കിട്ടുമായിരിക്കും. അത് ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇനി ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഷോർട്ട് സൈഡ് വല്ലതും കാണിക്കുക അതിനെ. സോ വെള്ളം കൂടിപ്പോയുള്ള പ്രശ്നമാണിത്. ഞാൻ അതിൻ്റെ ടിപ്പ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ മീൻസ് കണ്ടിട്ടുള്ള വീഡിയോസിലെ പോലെ ഫുള്ളായിട്ട് ഫോം വരുന്നൊരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ പ്രശ്നം ഇത്രയും വെള്ളം നിറയ്ക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സ്വിച്ചിന് പ്രസ് ചെയ്ത് മുന്നോട്ട് നീക്കിയാൽ ലോക്കാവും, പുറമോട്ട് വലിച്ചാലേ ഇത് റിലീസ് ആവത്തുള്ളൂ. അത്യാവശ്യം ഫോമൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ ആഡിനത് കാണുന്ന അത്രയും വരത്തില്ല. പിന്നെ ഈ മൈക്രോഫൈബർ ക്ലോത്തിനെ ഉണ്ടല്ലോ, എന്തിൻ്റെ സൊക്കേടാണെന്ന് എനിക്കിത് മേടിക്കാം. വേറെ വല്ലതും മേടിച്ചാൽ മതിയായിരുന്നു തോന്നിപ്പോൾ വേണ്ടി വെച്ച് കഴിഞ്ഞപ്പം. എന്ന് വെച്ചാൽ ഈ സാധനം കുറച്ച് ഷ്രിങ്ക് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ സാധനമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ളൊരു സൈഡ് ബൈ സൈഡ് ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ല, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, യൂസ് ചെയ്യാൻ കുറച്ച് കംഫർട്ട് കുറവുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ തുണി കുറച്ച് സൈസുള്ള യൂസ് ചെയ്തിലും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നി. അത്ര ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. അത്രയും ഈ മൈക്രോഫൈബർ ക്ലോത്ത് മേടിക്കുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തില്ല. സോ എനിവേ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിട്ടി. ആ ബബിൾ സോപ്പ് അത്യാവശ്യം നല്ല കേട്ടോ, ഒട്ടും റെസിഡ്യൂവും കീപ്പ് ചെയ്യുന്നില്ല.
അത്യാവശ്യം നല്ല ക്ലീൻ ആവുന്നുമുണ്ട്, ഡിപ്പെൻഡബിളാണ്. ആ സാധനമാണ് ഈ സെറ്റിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. ഫോം സ്പ്രേയറും ഈ സോപ്പും അതായിട്ട് നല്ല മീൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, വെർത്താണ്. നെക്സ്റ്റ് ഈ ഗൺ ലാസ്റ്റ് ആണ് ആ മൈക്രോഫൈബർ ക്ലോത്ത്. അത് നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതായാലും നല്ല അറിയാമെന്നുണ്ടെങ്കിൽ മേ ബി താഴെ കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ എനിവേ ഒന്ന് വാഷ് ചെയ്തെടുത്തപ്പം എൻ്റെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ സാധനം എനിക്ക് കിട്ടി. അങ്ങനെ ബൈക്കും കഴുകി കാറും കഴുകി സ്കൂട്ടറിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഈ വെള്ളത്തിൻ്റെ ലെവലാണ്, ഈ ഫോം വരണോ വെള്ളം വരണോ എന്നുള്ളത് ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലായത്. ഈ ലെവൽ എത്തിയപ്പോഴത്തേക്കും ആക്ച്വലി ഫോം വന്നു തുടങ്ങി, നമ്മുടെ ആഡ്സിലൊക്കെ കാണുന്ന ലെവൽ ഫോം വന്നു തുടങ്ങി. സോ വെള്ളത്തിൻ്റെ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിലും ആ ഫോം കിട്ടും. ചെറുത്ത് വ്യത്യാസമൊന്നും ആ ഫോമിൻ്റെ ബോട്ടിലിൽ വരുന്നില്ല. സോ അത് യൂസ് ചെയ്യുക. പിന്നെ ഈ മൈക്രോഫൈബർ ക്ലോത്തിൻ്റെ കേസിൽ സീ ത്രൂ അവസ്ഥയിലെത്തി 3 വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത്രയും ചെറുതാവ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ജെനുവിൻ ഒപ്പീനിയൻ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇവനാണ്. വെർത്ത് എമൗണ്ടാണ്. അദ്ദേഹം നല്ല ഫോമുണ്ട്, ക്ലീൻ ആവുന്നുണ്ട്, റെസിഡ്യൂ കീപ്പ് ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ലൊരു സാധനമാണിത്. പിന്നെ ഉള്ളത് ഇവനാണ്. ഈ പാർട്ടിയെ ഉപയോഗിക്കാൻ പഠിച്ചത് കുറച്ച് സമയം എടുത്താണ്. കാരണം ഞാൻ ആദ്യത്തെ ബൈക്ക് വാഷ് ചെയ്തോണ്ടേ സോപ്പ് വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ കാറ് കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവയിൽ എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഫോം വന്നു തുടങ്ങി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഈ വാട്ടർ ലെവൽ കാരണമാണ് ഈ പറഞ്ഞ ഫോം വരാത്തത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ആഡ് കണ്ടു. അപ്പോൾ അതിൻ്റെ എല്ലാം കയറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇതിന് അത്രയും റേറ്റ് ഇല്ല. കുറച്ച് ബിൽറ്റ് ക്വാളിറ്റി മീൻസ് മെറ്റീരിയലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടായിരുന്നു, ആ സാധനം മാത്രം ഊരിങ്ങി പോയിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി സൂപ്പർ ഗ്ലൂയിലോട്ട് ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോ ഈ സംഭവം പക്കയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ്. വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുക. ഒത്തിരി വെള്ളം വെച്ചാൽ സോപ്പ് വെള്ളമേ വരത്തുള്ളൂ. ഫോം വരണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ കുറച്ചിട്ട് ഷേക്ക് ചെയ്ത് ഫോം ആക്കിയതിന് ശേഷം എയർ അടിച്ച് കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ഈ സാധനം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് വരും. ലൂസ് ആക്കിയാൽ കൂടുതൽ സ്ട്രീം ലൈൻഡ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ സാധനം ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. ഈ മുകളിലത്തെ സാധനത്തിൻ്റെ ഇവിടെ നോസിലിന് എഴുതിയ സാധനമുണ്ട്. തുറന്നു നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ നോസിലും ഒരു വാഷറും അവർ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു കാര്യം. അതാണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കേസിലുള്ള ഒപ്പീനിയൻ. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച വലിയ സാധനം ഷ്രിങ്ക് ചെയ്യും. ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കട്ടിങ് ലെങ്ത്ത് വെച്ചേക്കുന്നത്. സോ ഇതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഈ ഡബിളിനെ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കാൻ സൗകര്യം. അറ്റ്ലീസ്റ്റ് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാം ഗുണങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ഫീൽ ചെയ്യേണ്ട ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയാവുന്നുണ്ടെന്ന്. അതെനിക്ക് ജെനുവിൻലി തോന്നിയത് കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ബൈക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരെണ്ണം കിട്ടിയായിരുന്നു, നല്ലതായിരുന്നു. അത് ഇപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു. അത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം 2 വർഷം ഒരു വർഷം അടുപ്പിച്ച് ഞാൻ ഉപയോഗിച്ചു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കയറിപ്പോയി. അതുകൊണ്ട് എന്തായാലും അത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേടിച്ചൊന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല. പിന്നെന്താ മോട്ടർ കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. ഈ മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല മീക്കാണെങ്കിലും ഇവന് പകരം ഇവനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് കിട്ടും. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് കുറവായിരിക്കും. കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായാലും നല്ലതായിരുന്നു എനിക്ക് തോന്നി. വേറൊന്നും ഇല്ല, ഈ വെള്ളം ഒഴിക്കുന്നത് കാരണം വൃത്തിയാവില്ല. വെള്ളം ജസ്റ്റ് ഒഴിക്കുന്നത്, തൂക്കുന്നു തുടയ്ക്കുന്നു, അതെല്ലാം നമ്മൾ ഫിസിക്കലി ചെയ്യേണ്ട എല്ലാ പണികളും ചെയ്യുക. ഇതാണെന്നുണ്ടെങ്കിൽ ഫൈനൽ വാഷ് ഓഫിന് നല്ലതാണ്. ആദ്യത്തെ റിൻസിങ് പരിപാടിക്ക് ഈ നോസിലായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തിരിച്ച് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് നോക്കിയത്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ വാഷ് ചെയ്തത്. അതായത് ഇത് വെച്ച് തന്നെ വെള്ളം നനച്ചു, ഇത് വെച്ച് തന്നെ ക്ലിയർ ഓഫ് ചെയ്തു. സോ എനിക്ക് തോന്നുന്നു എല്ലാ മൂക്കിലും കോർണറിലും വെള്ളം എത്തേണ്ട ആവശ്യമുള്ളപ്പോൾ ഇതിനെയും ജനറലി ഒന്ന് റിൻസ് ചെയ്താൽ മതിയെങ്കിൽ ഇതിനെ അപ്പം തിരിച്ച് ഉപയോഗിക്കായിരിക്കും. ഫസ്റ്റ് ഇതിനെ ഉപയോഗിക്കുകയും അതിനുശേഷം വെള്ളം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഡോട്ട് പോലെ ഹോളുള്ളതിനെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചതിന് ശേഷം. ഈ മെറ്റീരിയൽ കുഴപ്പമില്ല, മെറ്റൽ പാർട്സ് എല്ലാം നല്ല പക്ക സാധനമാണ്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒരുമാതിരി ആളെ കളിക്കുന്ന പോലത്തെ സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി ലൈഫ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ക്ലാമ്പൊന്നും അറ്റ്ലീസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാമ്പ് ആവുന്നുണ്ട്, കണക്ഷൻ കിട്ടുന്നുണ്ട്, അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്കയാണ് സാധനം. മെറ്റൽ ഭാഗങ്ങളൊക്കെ പക്കയാണ്. ഫങ്ഷനലി കുഴപ്പമില്ല. കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എനിക്ക് ഉപയോഗിച്ചപ്പോൾ തോന്നിയെങ്കിലും
ഈ പ്രൈസിന് ഈ ഒരു സാധനം ഓക്കെയാണ്, വർത്താന്ന് ഞാൻ പറയുന്നത് ഓക്കെയാണ്. ബാറ്ററി നിൽക്കുന്നുണ്ട്, 2 ബാറ്ററി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇവിടാണ് അതിൻ്റെ ഹോള്. നിങ്ങൾ ചാർജ് ചെയ്യുന്ന കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഒരു പ്ലഗ് ഇൻ പോയിൻ്റ് ഉണ്ട്, അവിടെ കുത്തുക, അതിൻ്റെ അകത്തൊരു അഡാപ്റ്റർ ഉണ്ട്. സോ ചാർജ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രഷർ വാഷിൻ്റെ സ്റ്റാറ്റസ്. സോ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു 4.5 അടുപ്പിച്ച് കൊടുക്കും. ഇതിന് ഞാനൊരു 4 കൊടുക്കും. കാരണം ഈ സാധനം മര്യാദയ്ക്കുള്ളതൊക്കെ ആയിരുന്നു അവർക്ക്. സോ നമുക്ക് ഒരു 0.5 വരയ്ക്കാം. സംഭവം ആക്ച്വലി ഫങ്ഷനലി കുഴപ്പമില്ല, ഈ റേറ്റിന് ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ വലിയ റേറ്റിനുള്ള സാധനമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആഡിൽ വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നോക്കുക, താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. അത്രയും റേറ്റ് അതിന് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ലോക്കൽ മീൻസ് മാനുഫാക്ചറിങ്ങിൻ്റെ ആയിരിക്കും. ഈ മെറ്റീരിയൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ റേറ്റിന് ഈ മെറ്റീരിയൽ അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് അത്രയും റേറ്റ് വന്നു എന്ന് എനിക്കറിയത്തില്ല. ഈ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിന് ഞാനൊരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ഇതിനൊരു 3.5 to 4 ഇടയ്ക്കേ ഞാൻ കൊടുക്കൂ. കാരണം കുഴപ്പമില്ല, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ വെള്ളം വരുന്ന പോലെ രീതിയിലാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം നോസിൽ ഡയറക്റ്റ് വെച്ചപ്പോൾ ഇതിനകത്ത് മറ്റേ ഒരു സോപ്പിൻ്റെ സാധനം കൂടെ കണക്ട് ചെയ്തിട്ട് വെക്കുന്ന പറഞ്ഞുണ്ട്. അത് വെച്ചാൽ അന്നേരം പിന്നെ ഒന്നും മിക്കവാറും കാണത്തില്ല. എന്നാലോചിച്ച് നോക്കി, ഈ സാധനത്തിൻ്റെ അറ്റത്ത് ഡയറക്റ്റ് ആ നോസിൽ കണക്ട് ചെയ്യുമ്പം ഇത്രയും പ്രഷറേ വരുന്നുള്ളൂ എങ്കിൽ ഇത് ആഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ സാധനം നമ്മൾ അഡീഷണലായിട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ കയറി വരുന്ന ഉടനെ പിന്നെ പ്രഷർ കുറയത്തില്ലേ? അതാണ് ഇതിൻ്റെ പ്രഷറിൻ്റെ കേസിലുള്ളൊരു പരാതി എനിക്ക് വന്നു. പിന്നെ ഈ സാധനം അവരിതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ഹോസിൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത് ബക്കറ്റിൽ ഇടുന്ന സാധനമാണ്. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പമ്പിങ് നിർത്തുന്നതാണ്. ഇത് ഫുൾ ടൈം ഞെക്കി പിടിച്ചോണ്ടിരിക്കുമല്ലോ. കാരണം എന്തായാലും നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തും. ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന സമയത്ത് ഇത് പൊങ്ങി വരും. പൊങ്ങി വരുന്ന കഷ്ടകാലത്ത് ചെറുതായിട്ടും തട്ടി ചിലപ്പോൾ താഴെയും വീഴും. സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു റിങ് വല്ലോ എന്തെങ്കിലും അവിടെ ഒരു ചെറിയ വാഷർ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ മതിയായിരുന്നു. ഡിസൈൻ സമയത്ത് മോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാഷറും കൂടെ വെച്ചാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. അത്രയും ചെയ്യായിരുന്നു എന്നെനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇതാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇത് താഴെ പോയി കിടന്നാനേ നേരം. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാന്നേ ഉള്ളൂ അല്ലേ. ഇവിടെ ഒരു ഇതിൻ്റെ കേസിന് ഞാൻ ഒരു സൂപ്പർ ഗ്ലൂ ഒട്ടിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇവിടോട്ട് ഒരു ഇത് ആഡ് ചെയ്താൽ മതി, ഒരു വാഷറും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ വേണ്ട ചെയ്യാം. അതായിരിക്കും ഇതിനൊരു സൊല്യൂഷൻ. ഇത് നമ്മളിപ്പോൾ മേടിച്ചല്ലോ. നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ടൊരു വാഷർ ഒട്ടിച്ച് വെച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഉള്ള സാധനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മേടിക്കും. പക്ഷേ അത് നമ്മളെങ്ങനെ അറിയും? ഇപ്പം ഈ പറഞ്ഞ പോലെ സാധനം വരുന്നുണ്ടെങ്കിലല്ലേ ഇതിങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സാധനം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സാറിന് വാഷർ എണ്ണം മേടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്ക് താഴെ പൊക്കോളും. അതേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കേസിൽ നമുക്ക് മേടിച്ച സാധനം ഉപയോഗിക്കണമല്ലോ. സോ അതാണ്. അതുകൊണ്ട് ഞാനൊരു 3.5 to 4 ഇതിന് കൊടുക്കും. പിന്നെതാ ഈ സാധനത്തിന് ഞാൻ 3 മാക്സിമം കൊടുക്കത്തുള്ളൂ. കാരണം ഇതൊരു നല്ല ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. ഇനി ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പക്ഷേ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 2.5 to 3 പറയാൻ ഞാൻ ഇതിന് പറയത്തുള്ളൂ. ഇതിൻ്റെ 2 ഷീറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് കിട്ടും. സോ അങ്ങനെ വേണം നമുക്ക് ഉപയോഗിച്ച് പോകാം. മീൻസ് ഞാൻ പറയുന്നത് വണ്ടി വാഷ് ചെയ്യുന്ന കേസിലാണ്. അല്ലാതെ നോർമൽ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ലായിരിക്കും. ഇതിൻ്റെ 2 പീസ് അറ്റ് എ ടൈം യൂസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു ജെന്യുവിൻ ഒപ്പീനിയൻ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മേടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. See you in the next video. Bye.